കൈരളിയുടെ 25-ാം പിറന്നാളാണ് നമ്മളെല്ലാം ഇന്നിവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. 24 കൈരളി വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. കൈരളി 25ലേക്ക് കടക്കുകയാണ്. അതായത് കൈരളിയുടെ രജത ജൂബിലി വർഷം ഇന്ന് സമാരംഭിക്കുകയാണ്. ഈ ദിവസം നമുക്ക് ഓർക്കുക, 24 വർഷം മുമ്പ് കൈരളി ആരംഭിച്ച ആ വേളയാണ്. കൈരളിയുടെ ഉദ്ഘാടനം മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ എന്ന് മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലെ തന്നെ ഒരു മഹാസംഭവമായിരുന്നു. സമാനമായ ഒരാഘോഷമായി തന്നെ ഇത് നടക്കേണ്ടതുമായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സുകളെ, കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ കീറി മുറിച്ചുകൊണ്ട് സംഭവിച്ച വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാഘോഷവുമില്ലാതെ ഈ ദിവസം കടന്നു പോകട്ടെ, അങ്ങനെയാണ് വേണ്ടത് എന്ന് കൈരളി അധികാരികൾ, നയിക്കുന്നവർ തീരുമാനിച്ചു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ദിവസം അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഒരു പ്രതീകാത്മകമായ ചടങ്ങിലൂടെ ഈ ദിവസം അടയാളപ്പെടുത്തുക എന്ന് കൈരളി നടത്തിപ്പുകാർ, മാനേജ്മെന്റ്, ന്യൂസ് ടീമിന് നിർദ്ദേശം നൽകുകയും ഞങ്ങൾ ഇങ്ങനെയൊരു പരിപാടി യാഥാർത്ഥ്യമാക്കുകയുമാണ് ഉണ്ടായത്. നമുക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം, പക്ഷേ ആലോചന മാറ്റിവെക്കാനാവില്ല, ആത്മാന്വേഷണം മാറ്റിവെക്കാനാവില്ല, ആത്മവിചാരണ മാറ്റിവെക്കാനാവില്ല. അതുകൊണ്ട് ഇത് അതിനെല്ലാം വേണ്ടി സമർപ്പിക്കുന്ന ഒരു വേദിയായി ആണ് ഇത് സങ്കല്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിത് ഓർമ്മകളുടെ വേദിയാണ്, പ്രതിജ്ഞ പുതുക്കലിൻ്റെ വേദിയാണ്. അങ്ങനെ ഒരു വേദിയായിട്ടും പിറന്നാളാഘോഷം അല്ലാതിരുന്നിട്ടും കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കൈരളിയെ സ്നേഹിക്കുന്ന, കൈരളിയോട് ചേർന്ന് നിന്ന് പല ജീവിത മേഖലയിലേക്ക് തിരിഞ്ഞുപോയ, കൈരളിയിൽ നിന്ന് തന്നെ സേവനം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയ ജോലിക്കാരും, കൈരളി എന്ന സങ്കല്പമായിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി ഓഹരി പിരിക്കാൻ കൈകോർത്തവരും ഒക്കെയായി കൈരളിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കൈരളി കുടുംബത്തിൻ്റെ അപ്രഖ്യാപിതമായ ഒരു സമാഗമമായി മാറിയിരിക്കുന്നു, ഒരു കൂട്ടിരിപ്പായി, ഒരു ഒത്തിരിപ്പായി മാറിയിരിക്കുന്നു. ഈ വേളയിൽ കൈരളിയെ കൈരളിയാക്കി കാലയവനികയിൽ മറഞ്ഞുപോയ ചിലരെ ഓർക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന അനശ്വര നടൻ ശ്രീ ഭരത് മുരളി, ഡയറക്ടർ ബോർഡ് അംഗം തന്നെ ആയിരുന്ന PA സിദ്ധാർത്ഥ മേനോൻ, ആദ്യകാലത്ത് വിവിധ വകുപ്പുകൾക്ക് നേതൃത്വം നൽകി കൈരളിക്ക് അതിൻ്റെ പ്രിയപ്പെട്ട മുദ്രകൾ, അതിൻ്റെ തനിമകൾ സമ്മാനിച്ച ശ്രീ വേണു നാഗവള്ളി, ശ്രീ KR മോഹനൻ, ശ്രീ ബാബു ഭരദ്വാജ്, അവരെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. മലബാറിൻ്റെ പരസ്യ വിഭാഗം മേധാവിയായിരുന്ന പ്രിയങ്കരനായ ശ്രീ പാനൂർ മുഹമ്മദ്, ആദ്യകാലത്തെ ഓഡിറ്ററായി നിന്ന് കൈരളിക്ക് ഒരുപാട് നിശബ്ദ സേവനം അനുഷ്ഠിച്ച ശ്രീ AK മേനോൻ, അങ്ങനെ ഒപ്പം കൈരളിയുടെ പല ജീവനക്കാരും ഇതുപോലെ തന്നെ ഓർമ്മയായി മാറിയിട്ടുണ്ട്. അവരൊക്കെ മൺമറഞ്ഞവരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മുമ്പിൽ വഴി നക്ഷത്രങ്ങളായി ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ്. അവർക്ക് ഞങ്ങളുടെ വികാരഭരിതമായ ആദരാഞ്ജലികൾ ഇപ്പോൾ അർപ്പിക്കുകയാണ്. വേറിട്ടൊരു മാധ്യമം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചാണ് കൈരളി സമാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 25-ാം പിറന്നാൾ വേദി മാധ്യമങ്ങളെക്കുറിച്ചുള്ളൊരു ആലോചനയ്ക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിലുള്ള ഒരു സെമിനാറായി, പ്രമുഖർ അഭിപ്രായം പറയുന്ന വേദിയായി ഇത് മാറ്റുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് സമാദരണീയനായ ശ്രീ ശശികുമാറാണ്. അദ്ദേഹത്തെ ഇതുപോലൊരു വേദിയിൽ പരിചയപ്പെടുത്തുന്നത് അനുചിതമാണ്, അഹങ്കാരമാണ്. എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടിയും അദ്ദേഹം വരുന്നു എന്ന് കേട്ട്, അദ്ദേഹം മാധ്യമത്തെക്കുറിച്ച് പ്രഭാഷണം ചെയ്യുന്നു എന്ന് കേട്ട് ഒരുപാട് അധ്യാപകർ
അവരുടെ വിദ്യാർത്ഥികളെ, മാധ്യമ വിദ്യാർത്ഥികളെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ചെല്ലൂ, ചെന്നാ പ്രസംഗം കേട്ടിട്ട് വരൂ, പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ്. അവർക്ക് വേണ്ടി കൂടി ഞാൻ പറയുകയാണ്, കേരളം സൃഷ്ടിച്ച ദേശീയ മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും തലമുതിർന്ന പ്രകാശവലയം ചൂടിയ ഒരു വ്യക്തിത്വമാണ് ശശികുമാർ എന്ന് ആ വിദ്യാർത്ഥികളോട് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിന്റെ ചെയർമാനാണ്. പക്ഷേ ഹിന്ദുവിൻ്റെയും ഫ്രണ്ട്ലൈൻ്റെയും ആദ്യ പശ്ചിമേഷ്യ ലേഖകൻ ആയതു മുതൽ പത്രപ്രവർത്തനം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ദൂരദർശനിലൂടെ അദ്ദേഹം വാർത്താ ദൃശ്യമാധ്യമ രംഗത്തേക്ക് എത്തി. ദൂരദർശനിൽ വാർത്താ അവതാരകനായിരിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു പ്രേക്ഷകർക്ക്. അന്ന് ആ വർഷത്തെ പ്രമുഖ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചെന്നൈയിൽ നടന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ കമലഹാസൻ എന്ന നടനെ പിന്തള്ളി ശശികുമാർ സാർ ഒന്നാമനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ആ താരത്തിളക്കത്തിൽ അഭിരമിച്ച് അവിടെ തന്നെ നിന്നില്ല എന്നതാണ് ശശികുമാറിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലായി ഏഷ്യാനെറ്റ് തുടങ്ങിയത് അദ്ദേഹമാണ്. പിന്നീടുള്ളത് ചരിത്രമാണ്. ചാനൽ നടത്തിപ്പിൽ ആരോഗ്യകരമായ, പുരോഗമനപരമായ ഒരു മാതൃക അദ്ദേഹം സൃഷ്ടിച്ചു എന്ന കാര്യം ഇപ്പോഴും കേരളം ഗൃഹാതുരത്വത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ മാധ്യമ ഗുരുനാഥന്മാരിൽ ഒരാളായി പിന്നീട് അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കും വിധം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏകലവ്യ ശിഷ്യന്മാരല്ലാത്ത ആരും കേരളത്തിൽ എൻ്റെ തലമുറയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നില്ല എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഏതായാലും അദ്ദേഹം ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച്, കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ആ സംസാരത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളാനുള്ളത് ഞങ്ങൾ ഉൾക്കൊള്ളും. മറ്റു മാധ്യമങ്ങൾ ഉൾക്കൊള്ളാനുള്ളത് അവർക്കും ഉൾക്കൊള്ളാനാവട്ടെ. മാധ്യമ വിദ്യാർത്ഥികൾക്ക് മാർഗദർശകമാക്കാനുള്ളത് അവർക്കും മാർഗദർശനം ആയി മാറട്ടെ. മാത്രവുമല്ല, കേരളത്തിന് മാധ്യമങ്ങളെ എങ്ങനെ കാണണം, എങ്ങനെ കാണാതിരിക്കണം, എവിടെ വെച്ച് സ്നേഹിക്കണം, എവിടെ വെച്ച് സ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്ന വഴി വെളിച്ചം തരാൻ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉതകും എന്നാണ് ഞാൻ കരുതുന്നത്.